أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യേണ്ട, അവിടുത്തെ പ്രത്യേകതകൾ പറയേണ്ട ഒരു സമയം ഇതാ നമ്മളിലേക്ക് വന്നിരിക്കുന്നു. ഏത് മാസത്തേക്കാണ് ഉപരി ഉന്നതമായ മാസം മുഅ്മിനീങ്ങൾക്ക്? അതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ നമ്മോട് പറയുന്നത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് റഊഫുർ റഹീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഏത് മാസത്തേക്കാണ് ഉപരി ഈ റബീഉൽ അവ്വൽ മാസം മുഅ്മിനീങ്ങൾക്ക് ഉന്നതമാണ്. അപ്പം റമദാൻ മാസമെന്ന് ചോദിക്കും, ലൈലത്തുൽ ഖദ്റിനെ പറ്റി ചോദിക്കും. ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? 1000 മാസത്തേക്കാണ് ഉന്നതിയിലാണ്. ഈ മാസത്തെ പറ്റിയിട്ട് 1000 മാസം എന്ന് പറഞ്ഞിട്ടില്ല. ഏതുപോലെ മക്കത്തുൽ മുകറമ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണെങ്കിൽ മസ്ജിദ് നബവിയിൽ നിന്ന് നിസ്കരിച്ചാൽ കിട്ടാൻ പോകുന്നത് 10,000 റക്അത്ത് നിസ്കരിച്ച കൂലി. എന്നാൽ ആ മസ്ജിദുൽ നബവിയുടെ ഉള്ളിലൊരു സ്ഥലമുണ്ട്. ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ്. ആ റൗള ശരീഫിൻ്റെയും അതേപോലെ തന്നെ അവിടുന്ന് ഉപയോഗിച്ച മെമ്പറിൻ്റെയും ഇടയിൽ സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി അതിന് പരിധിയില്ല, അതിന് യാതൊരു പരിധിയുമില്ല. എത്രായിരം കോടിയാണെന്ന് അറിയില്ല. അത് സ്വർഗത്തിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. എല്ലാവരും പറയും മക്കത്ത് നിന്ന്, ഈ വിധേയികൾ പറയുന്ന മക്കത്ത് നിസ്കരിച്ചാലല്ലേ കൂലി അധികമെന്ന്. മക്കത്ത് നിസ്കരിച്ചാൽ കൂലി അധികം കിട്ടുക, അതിനേക്കാണ് കൂലി അധികം കിട്ടുക മസ്ജിദുൽ നബവിയിൽ കിടക്കുന്ന ഈ സ്വർഗത്തോപ്പിൽ നിന്നാണ് അധികം കിട്ടുക. ഏറ്റവും കൂടുതൽ കിട്ടുക അവിടെ നിന്നാണ്. മുഅ്മിനീങ്ങൾക്ക് അവിടെയാണ്. അവരവിടെ വരും. പിന്നെ അവിടെ വന്ന് മറ്റുള്ള വിധേയികൾ വന്ന് ശല്യം ചെയ്യരുത് എന്ന് ഹിക്മത്ത് അല്ലാഹു തആല ഉപയോഗിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം കൂലി അവിടെ നിന്ന് കൂടുതൽ പറഞ്ഞാൽ തള്ളിക്കോറും ഇങ്ങോട്ട്. മുഅ്മിനീങ്ങൾക്ക് അവിടെ നിന്ന് ഇബാദത്തെടുത്ത് ഉയരാൻ, വളർച്ചയിൽ റബ്ബിലേക്ക് ഉയരാൻ അത് വഴിയില്ലാണ്ടായിപ്പോവും. അതിന് അല്ലാഹു തആല തടഞ്ഞതാണ്. ഏതുപോലെ റബീഉൽ അവ്വൽ മാസം അതേപോലെ തന്നെയാണ്. മുഅ്മിനീങ്ങൾക്ക് അതാണ് വലുത്. മുഅ്മിനീങ്ങൾക്ക് അതാണ് വലുത്. അത് പറയൂല. പറയാത്തതിൻ്റെ കാരണം ബാക്കിയുള്ള തള്ളിക്കറിയരുത്. കാരണം അതായിരിക്കാം സാധ്യതയുണ്ട്. അല്ലാഹു അലം. ഏതായാലും ഞാൻ പറയട്ടെ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയണമെങ്കിൽ അത് പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ അതിൻ്റെ ഒടുക്കം വരെ എല്ലാ വിഷയത്തിലും പറയാൻ കഴിയും. സാധുവായ ഈ ഫഖീർ നിങ്ങളോട് വിഷയം പറയുന്നു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനിൽ അവരുടെ അവിടുത്തെ ഉമ്മത്തിൽ സുന്നത്താക്കിയ സർവ്വ വിഷയങ്ങളും അവൻ്റെ ശരീരത്തിൻ്റെ ഗുണത്തിനാണ്. ഭൗതികമായ ജീവിതത്തിൻ്റെ ഇടയിലുള്ള ശരീരത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് കറാഹത്താക്കി നിരോധിച്ച സർവ്വ വിഷയങ്ങളും ഭൗതിക ശരീരത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. അതോടുകൂടെ എന്തു സംഭവിക്കുന്നു? ഈ ഭൗതികമായ ഗുണങ്ങൾ കിട്ടലോട് കൂടെ നാളാഖിറത്തിലെത്തുമ്പോൾ ഇതിന് കിട്ടാൻ പോകുന്ന കൂലി വലുതാണ്. കാരണം അത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമാണെന്ന് മനസ്സിലാക്കി ഒരാൾ പ്രവർത്തിച്ചാൽ, അവിടുത്തെ സുന്നത്താണെന്ന് മനസ്സിലാക്കി ഒരാൾ പ്രവർത്തിച്ചാൽ, അതുപോലെ തന്നെ അവിടുന്ന് കറാഹത്താക്കിയതാണെന്ന് ഉദ്ദേശിച്ച ഒരാൾ പ്രവർത്തിച്ചാൽ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ അവൻ അല്ലാഹു തആലാന്റെ അടുത്ത് വലിയ ദർജയും നൽകുന്നു. വലിയ ദർജയാണ് നൽകുന്നത്. ഇവിടെ എന്താണ്? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു. ഇത് തന്നെയാണ് കാരണം. അത് ഉദ്ദേശിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ ആ മുഅ്മിന് കിട്ടാൻ പോകുന്നത് ദുനിയാവിൽ ഉപകാരമാണ്, എല്ലാ നിലക്കുമുള്ള ഉപകാരമാണ്. അതോടുകൂടെ ആഖിറത്തിലും അത് വലിയ കൂലിയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മളിടയിൽ കാണുന്നത്
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച കാര്യങ്ങളൊക്കെ സ്വന്തം ശരീരത്തിൽ നടപ്പാക്കുന്നു. അതോടുകൂടെ അവിടുന്ന് ഉപദേശിച്ച കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തൊട്ട് നമ്മൾ വിദൂരത്തുമാക്കുന്നു, നമ്മൾ വിട്ടുപിരിയുന്നു. ഇത് ദുനിയാവും ആഖിറവും ഇന്ന് നഷ്ടപ്പെടാനുള്ള വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട്. ഇത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ ഒഴിവാക്കും. അങ്ങോട്ട് ചിന്തിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണത്തെ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വേണ്ടി വന്നാൽ വീണ്ടും മറ്റൊരു വിഷയം പറയാം. വയറ് നിറച്ച് ഉണ്ണരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴെങ്കിലും വയറ് നിറഞ്ഞു പോയത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമാക്കാൻ പാടില്ല. അവിടുന്ന് കറാഹത്താക്കിയ വിഷയമാണ്. ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ചെന്ന് നോക്കൂ. മുസ്ലിം സമുദായമല്ല അല്ലാതെ അവിടെ ഭൂരിപക്ഷം ഇല്ല. ഭൂരിപക്ഷത്തിൽ ഇല്ല. എന്തേ കാരണം? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറാഹത്താക്കിയ വയറ് നിറച്ച് ഉണ്ണ എന്ന കാര്യം, അത് നമ്മൾ വയറ് നിറച്ച് പിന്നെയും അതിൻ്റെ മേലെ ഭക്ഷിച്ചു. അവസാനം ശരീരത്തിന് അത് തകരാറിലേക്കാണ് പോയത്. ശരീരത്തെ അത് വടക്കാക്കുന്നു. എപ്പോഴെങ്കിലും ഭക്ഷിച്ച് പോയത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, സ്ഥിരമാക്കാൻ പാടില്ല. അവിടുന്ന് ഉപദേശിച്ചു, നിങ്ങൾ വയറിൻ്റെ 1/3 ഭക്ഷിക്കൂ, 1/3 വെള്ളം കുടിക്കൂ, 1/3 കാലിയാക്കി നിർത്തൂ. ഇത് നടപ്പാക്കിയാൽ ഒരു മനുഷ്യനും ആശുപത്രിയിൽ പോയി വരിക്ക് നിൽക്കേണ്ട ആവശ്യം ഇല്ല. ഈ 1/3 ഭക്ഷിക്കുന്നതിനെ തൊട്ട് പറയുന്നു, നിങ്ങൾ അതിൽ പഴവർഗ്ഗങ്ങൾ വേണം, പച്ചക്കറികൾ വേണം, മാംസം വേണം, അങ്ങനെ തുടങ്ങിയിട്ട് അന്നജം വേണം. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കോളണം. അല്ലാതെ വയറ് നിറച്ച് ഇറച്ചിയായിട്ട് തിന്നതിന് ശേഷം പഴം തിന്നൽ വലിയ ഉഷാറാണെന്ന് പറഞ്ഞ് അതും തിന്ന്, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊന്ന് പറയുന്നു, ഇങ്ങേപ്പുറത്ത് തിന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് അതും വയറ് നിറച്ചു. അവസാനം വയറ്റിൽ യാതൊരു ഒഴിവും ഇല്ല. ശരീരത്തിനുണ്ടാകാൻ പോകുന്നത്, ഈ ശരീരത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മറക്കേണ്ട ഒരു പണിയുണ്ട്. ഈ ഭക്ഷണ സാധനം വൻകുടയിൽ നിന്ന് മറച്ചും കൊണ്ടേ നിൽക്കുന്ന ഒരു സാധനം. എന്നിട്ടാണ് അതിൽ പിത്തരസം ഇറക്കിയിട്ട് ദഹിപ്പിച്ചിട്ട് ശരീരത്തിന് ആവശ്യമായത് പിടിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവൻ്റെ വയറ്റിൽ നിന്ന് മറച്ചിൽ നടക്കൂല. ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞ് ബുദ്ധിമുട്ടാകുന്ന ഒരു ഘട്ടം, അങ്ങേയറ്റം ബുദ്ധിമുട്ടാകുന്ന ഘട്ടം ഈ സാധുവായി ഞാനടക്കം ചെയ്യുന്ന പണിയാപ്തോ പറഞ്ഞ്, ഞാൻ എൻ്റെ ശരീരത്തോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യം ഒന്ന് ശബ്ദത്തിലായിപ്പോയി എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ മറയ്ക്കാൻ കഴിയാത്തതിൽ നിന്ന് എളുപ്പം കിട്ടുന്നത് ശരീരം പിടിക്കും. അതിൽ നിന്നാണ് ഈ ഷുഗർ കിട്ടുന്നത്. അതുപോലെ തന്നെ കൊഴുപ്പുകളൊക്കെ എളുപ്പം കിട്ടുന്ന സാധനങ്ങളാണ്. അത് ശരീരം പിടിക്കും. അതിനാവശ്യമായ പ്രോട്ടീനുകളോ അതിനാവശ്യമായ മറ്റ് സാധനങ്ങളോ പിന്നെ ഇരുമ്പ് സത്തോ ഒന്നും തന്നെ ശരീരത്തിന് പിടിക്കാൻ പെട്ടെന്ന് കിട്ടൂല. കാരണം അതിലേക്ക് കൂടുതൽ പിത്തരസം ഇറക്കിയിട്ട് പിടിച്ചെടുക്കേണ്ട സാധനമാണ്. പക്ഷേ ഒരു ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് ആ ശരീരത്തിനാവശ്യമായ പിത്തരസമേ ശരീരം ഉൽപ്പാദിപ്പിക്കുള്ളൂ. അതിറക്കുന്ന സമയത്ത് 1 കിലോൻ്റെ അകത്തേക്ക് പിന്നെ ഇടേണ്ട ഉപ്പ് 10 കിലോൻ്റെ അകത്ത് കൊണ്ടിട്ടാൽ ആ ഉപ്പ് പുളിക്കാത്തതുപോലെ തന്നെ പിത്തരസം ഇറങ്ങേണ്ട അളവിന് ഭക്ഷണമായിട്ട് എത്തിയാലേ പിത്തരസം ഇറങ്ങുള്ളൂ, ഇത് ദഹിപ്പിക്കുള്ളൂ. അങ്ങനെ ശരീരത്തിന് പുഷ്ടിപ്പ് വരുള്ളൂ, ഉന്മേഷം വരുള്ളൂ. അതുപോലെ തന്നെ അവിടുന്ന് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ്? എപ്പോഴെങ്കിലും കുറച്ച് അധികരിച്ച് ഭക്ഷിച്ച് പോയി ആവശ്യമില്ലാത്ത ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ആ സ്റ്റോക്ക് ചെയ്ത സാധനം പിടിച്ചെടുക്കുന്നു, ശരീരത്തെ നിയന്ത്രിക്കുന്നു, ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനാണ് വ്രതം പറഞ്ഞത്. ഇന്നത്തെ വ്രതവും അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം നോമ്പ് നോൽക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് രാവിലെ അടിച്ചങ്ങ് കയറ്റും. ഈ അവസ്ഥ ശരീരത്തിന് വന്നുപെട്ട് പിന്നെ കുറച്ച് നേരം കുറച്ച് റെസ്റ്റായി നോമ്പ് തുറക്കുകയാണെന്നും പറഞ്ഞിട്ട് അന്നേരവും അടിച്ചു കയറ്റു. പിന്നെ ഇനി നോമ്പ് നോൽക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് രാത്രി 10 മണിക്കും 12 മണിക്കും തിന്നൽ തന്നെയാണ്. ഇത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിന് എതിരാണ്. അത് ശരീരത്തിന് അപകടവുമാണ്. ഇനി നമ്മൾ ഇതനുസരിച്ച് ജീവിച്ചു. ഞാനൊരൊറ്റ ഭക്ഷണത്തിൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ പറയാൻ ആയിരക്കണക്കിന് ഈ ഫക്കീറിൻ്റെ കയ്യിലുണ്ട്. ഈ ഫക്കീറിൻ്റെ ഹൃദയത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് പറയാൻ. നമ്മോട് തലമറയ്ക്കാൻ പറഞ്ഞത്
ചുമൽ മറയ്ക്കാൻ പറഞ്ഞത്, അതുപോലെ തന്നെ കുളിക്കാൻ പറഞ്ഞത്, സുബഹിയുടെ മുമ്പ് എണീച്ച് കുളിക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്നും ശുദ്ധമായ വെള്ളമാണെന്ന് പറഞ്ഞ്, ശുദ്ധമായ മണ്ണ് കലങ്ങിയ വെള്ളം കൊണ്ടായിരിക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് തൊട്ട എല്ലാ സുന്നത്തായ വിഷയങ്ങളും നിർബന്ധമായ വിഷയങ്ങളും അതെല്ലാം തന്നെ സ്വന്തം ശരീരത്തിൻ്റെ ഉപകാരത്തിനുള്ളതാണ്. അനുസരിച്ചാൽ ദുനിയാവിൽ കഷ്ടപ്പെടേണ്ട, ബുദ്ധിമുട്ടിക്കേണ്ട, വിഷമിക്കേണ്ട. ആഖിറത്തിലെത്തുമ്പോൾ ഇതൊരൊറ്റ നിയ്യത്തെ ആവശ്യമുള്ളൂ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു, അവിടുന്ന് കൽപ്പിച്ചു, അത് ഞാൻ ചെയ്യട്ടെ, ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നാളെ റബ്ബിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് എൻ്റെ ഹബീബിനെ സന്തോഷിപ്പിച്ചവർ, എൻ്റെ ഹബീബിനെ അനുസരിച്ചവർ, അവർക്കുള്ളൊരു പ്രത്യേക സ്ഥാനം അതൊന്ന് വേറെ തന്നെയാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ വെച്ചിട്ട് അഹിലം വസഹില പറയും. ഇൻഷാ അല്ലാഹ് ഹൗദുൽ കൗസർ അതും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണാധികാരത്തിൽ അള്ളാഹ് കൊടുത്ത ഒന്നാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നൊരിക്കൽ പറയാം. ഇപ്പോൾ ഞാൻ ഒന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് പറയട്ടെ. ഭക്ഷണം കഴിക്കുന്നവരെ സൂക്ഷിച്ചോ. ഭക്ഷണത്തിൻ്റെ ആദ്യത്തിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്നാണ്. അവസാനം അത് കറാഹത്താണെന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. ആദ്യത്തിൽ സുന്നത്തും അവസാനം കറാഹത്തുമാണെന്ന്. അതിനൊക്കെ കാരണങ്ങളും പറയാൻ കഴിയും. അത് പറയാൻ കഴിഞ്ഞു. ഒരു നിസാമിയാണ് എന്നോട് പറഞ്ഞത്, ഇതിങ്ങനെ ഒരു അപകടം തീരാത്ത നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അവസാനം കൊണ്ടുപോയിട്ട് പഴവർഗ്ഗങ്ങൾ. കാരണം ആദ്യതൊക്കെ ഇറച്ചിയൊക്കെ അടിച്ച് കയറ്റിയിട്ട് പിന്നെ അതിൻ്റെ അകത്തൊരു രസമുള്ള സാധനമായിട്ട് ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങളാണ്. ഇതും അപകടമുള്ളതാണ്, ഇത് സൂക്ഷിക്കണം. അത് നിസാമി എന്നോട് പറഞ്ഞതായിരുന്നു. കിതാബ് പരിശോധിക്കാൻ കഴിവുള്ളൊരു നിസാമി എന്നോട് പറഞ്ഞതാണ്. ഞാനൊരു ദിവസം വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ദിവസം പഴവർഗ്ഗത്തിലേക്ക് തൊട്ടപ്പോൾ എന്നോട് സ്വകാര്യം പറഞ്ഞ് മക്രൂഹാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അന്നേരം വേണ്ടിയിട്ട് സാധനം അടച്ച് ഞാൻ അങ്ങോട്ട് പോന്ന് നേരെ ചോദിച്ചേക്ക് എന്തായിരുന്നു. ആദ്യത്തിലാണ് സുന്നത്ത്, അവസാനം കറാഹത്താണ്. അപ്പം ചുരുക്കി പറയട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഭക്ഷണത്തിൻ്റെ ചെറിയൊരു സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പറയാൻ ഒരുപാടുണ്ട് ശരീരത്തിന് അപകടമുള്ള കാര്യങ്ങൾ. ഈ മറ്റേ ആരിഫോ ഏതോ ഒരു ചെറുത്താണ്ടോലെ റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയിട്ട് ഓന് വല്ല കുന്തവും തിരിയോ. ഓനോട് ഞാൻ ഇതിൻ്റെ മുടക്ക് ഇതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിലോട് പറഞ്ഞ് ഇതൊന്ന് പ്രതികരിക്കാൻ തയ്യാറാകുമെന്ന്. എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കായിരുന്നു. നമ്മൾക്ക് അല്ലാഹ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഖുർആൻ ഇവിടെ ഉണ്ട്, റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഇവിടെ ഉണ്ട്. എന്നാലോ ഭൗതികമായ ശാസ്ത്രീയ ലക്ഷണങ്ങളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഇവിടെയുണ്ട്. ഇതൊന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി, കൂടുതലൊന്നും ആവശ്യമല്ല. അത് ഈ ഭക്ഷണം വരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. പ്രപഞ്ചത്തിലുള്ള ഈ ഭക്ഷണത്തിൻ്റെ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ശാസ്ത്രം തെളിയിക്കുന്നു ഇന്നാലിന്ന ബുദ്ധിമുട്ടൊക്കെ ശരീരത്തിന് ഭക്ഷണം കൊണ്ടിട്ട് അങ്ങനെ എല്ലാ വിഷയത്തിലും കാണിക്കാൻ കഴിയും. പക്ഷേ ചെറുത്താൻ്റെ പണിയെടുക്കുന്നത് അതിലേക്ക് തിരിയൂല എന്നുള്ളൂ. ഇപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് എന്നിട്ടോ പറഞ്ഞ എഴുത്താനുണ്ടല്ലോ ഈ ചാത്താരത്തുള്ളത്. ആ മാതാപിതാക്കൾ ഹറാമ് തീറ്റിച്ചുണ്ടാവും. അത്രയപ്പം നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കിയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാതാപിതാക്കൾ സാലിഹ്യങ്ങളായിരിക്കും. ഇവൻ തന്നെ മാതാപിതാക്കളെ കണ്ടുപെട്ടിച്ച് പോയിട്ട് ഹറാമ് തിന്നിട്ടുണ്ടാവും, നജസ് തിന്നിട്ടുണ്ടാവും. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളതിനൊന്നും നേരാത്തതിനും പിന്നെ നേരാക്കേണ്ട ആവശ്യം ഞമ്മക്കില്ല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ നബിയെ തങ്ങൾ ഓതി കൊടുത്താൽ മതി, മോമിനീങ്ങൾക്കത് ഗുണം ചെയ്യുമെന്ന്. അപ്പം പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അതിൻ്റെ സ്ഥിതി. അതൊന്നൊന്ന് മുന്നിൽ വരുമോ നോക്കി ഇരുത്തണ്ടോടത്ത് ഇരുത്തി അള്ളാഹ് കൊണ്ട് ഈ വിവരമില്ലാത്ത ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഇരുത്തണ്ടോടത്തായിട്ട് ഇരുത്തി കാണിച്ചു. കാരണം അവൻ പടു ജാഹിലാണ്, ഞാൻ എരിയത്തുള്ള ആളുമാണ്, വിവരമില്ലാത്ത ആളുമാണ്. രണ്ടും കൂടി ആയിട്ട് മുട്ടണാരോ അതിനനുസരിച്ചുണ്ടാവും. അവനോട് വരാനാകെ ഒന്ന് വരാൻ പറയും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ വന്നിട്ടുണ്ട് ഈ വീഡിയോ കിട്ടുമല്ലോ, ഒന്ന് ഓൻ്റെ രീതിയിലേക്ക് ഇട്ട് കൊടുത്താലൊക്കെ കിട്ടുമെന്ന് പറയണം. അതൊന്നും അയക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഓനൊന്ന് ഇട്ട് കൊടുത്തേക്കണേ. ഇങ്ങനെ ഒരു സംഗതി ഇതിങ്ങനെ പറയേണ്ടത് ഒന്ന് മുന്നിൽ വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. വിവരക്കേട് ഇങ്ങനെ കമ്പ്യൂട്ടറിനോട് കാര്യമല്ല. ഇതിങ്ങനെ പറഞ്ഞാൽ അത് ചെറുത്താൻ്റെ പണിയാണ്. വിവരക്കേടേ പറയുള്ളൂ. അവസാനം വലിഞ്ഞാളും ചെയ്യും. ബദറിൽ വെച്ചിട്ട് മറ്റേ ആടെ പങ്കെടുത്ത ഈ അബൂജഹലിൻ്റെ പാർട്ടിനെ സ്വീപ്പാക്കി നയിച്ചത് ഓന് അവിടെ പോയിട്ട് വലിയ ആളാന്ന് പറഞ്ഞ് കുത്തിരുന്ന് അവസാനം മുട്ടിയപ്പം പറഞ്ഞ് നിങ്ങൾ കാണാത്ത ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ പോകാനായിട്ട് ഒഴിച്ചാളി ചെയ്തു എന്നതുപോലുള്ള പണിയാണ് പോൻ്റെ എടുക്കുന്നത്. ആ ഇബിലീസിൻ്റെ അനുയായി അപ്പം നന്നാവുമല്ലേ നമുക്കറിയില്ല. ജീവുള്ള സാധനമാണ്. ജീവുള്ള സാധനം നന്നാവില്ല എന്നൊന്നും വിശ്വസിച്ചുകൂടാ. അതിനെക്കൊണ്ട് തന്നെ അവനിൽ നിന്നുള്ള ഷർറിൽ നിന്ന് നിർത്തി പറയുന്നു, അവനോട് ഒന്ന് മുന്നിൽ വരാൻ പറയുന്നത്. ചിലപ്പോൾ നന്നായി കിട്ടിയാലോ അവൻ വരൂല. ആവട്ടെ നോക്കട്ടെ, നിർത്തുന്നു. ഒന്നേ എൻ്റെ ശ്രോതാക്കളോട് ശ്രദ്ധിക്കുന്നവരോട് പറയാനുള്ളൂ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അനുസരിക്കുക.
ലക്ഷണത്തിൻ്റെ പറഞ്ഞു. ഇനി കുടുംബജീവിതമുണ്ട്, മാതാപിതാക്കളെ കടമയുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയുണ്ട്, മാതാപിതാക്കൾക്ക് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയെന്നുണ്ട്. അത് പൂർണ്ണമായും ലംഘിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ കണ്ടെത്തിയ പെണ്ണിനെയോ മോന് കണ്ടെത്തിയ പെണ്ണിനെയോ മോക്ക് കണ്ടെത്തിയ ഭർത്താവിനെയോ പോവാൻ പറയുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. അങ്ങനെ മാനം കെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ ഞാൻ കാണിച്ചു തരാം. കാരണം അവർക്ക് മറ്റൊരവസ്ഥയായി മാറിക്കഴിഞ്ഞതിൻ്റെ ഉദ്ദേശം ഏതരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഇൻഷാല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. നടക്കുന്ന സംഭവങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, എന്നാൽ തിരിയും. ഏതായാലും എനിക്ക് പറയാനുള്ളത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അനുസരിക്കണേ, അവിടുന്ന് ഉപദേശിച്ചതെന്ന് അനുസരിച്ച് ജീവിക്കണേ. എന്നാൽ ദുനിയാവിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തത്തിലായി ജീവിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്നാൽ ഞങ്ങൾക്ക് ദുനിയാവും രക്ഷപ്പെട്ടു, ആഖിറവും രക്ഷപ്പെട്ടു. ഞങ്ങൾ ധിക്കരിച്ചാൽ ഞങ്ങൾ ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നഷ്ടത്തിലാണ്, മാനക്കേടിലാണ്, എല്ലാ നിലക്കും മാനക്കേടിലാണ്. ശരീരത്തിന് വിഷമമാണ്, എഴുന്നേറ്റ് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി മാറുകയാണ്. ആഖിറത്തിലെത്തുമ്പോൾ നരകം കാണേണ്ട ഗതികേട്, നരകത്തിൽ ശിക്ഷിക്കാതെ പുറത്തു വരാൻ പറ്റാത്ത ഒരവസ്ഥ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും, സ്വർഗത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. പക്ഷേ ഒരു സെക്കൻഡ് നേരം എത്ര വലിയ അപകടമുള്ളതാണ്. ഒരൊറ്റ ദിവസത്തെ വൈദൂരം പറയുന്നത് ദുനിയാവിൽ അനുഭവിച്ച 50,000 കൊല്ലമാണെന്ന്. നിസ്സാര കാര്യത്തിന് ഖബറിൽ വെച്ചൊന്ന് അല്ലാഹു തആല സൃഷ്ടിച്ചാൽ, അതുപോലെ തന്നെ മഹ്ശറിൽ വെച്ചൊന്ന് സൃഷ്ടിച്ചാൽ, നരകത്തിൻ്റെ 7-ാം തട്ട് അതിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇറക്കിയാൽ ഉടനെ തന്നെ തിരിച്ചു കൊണ്ടുപോരും. പക്ഷേ അനുഭവിക്കാൻ പോകുന്ന ഒരു ദിവസത്തേക്ക് 50,000 കൊല്ലത്തെ വൈദൂരമാണെങ്കിലും എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ കഷ്ടപ്പെടുന്നത്? റാസിഖ് റബ്ബല്ലേ. എൻ്റെ മോന് പഠിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ മോള് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞ റാസിഖ് റബ്ബാണെന്നുള്ള വിശ്വാസം ഇല്ലാതെ പോവുകയാണ്. വിദ്യാഭ്യാസം വേണം, പക്ഷേ ആവശ്യമില്ലാത്തത് കൊണ്ട് തള്ളിക്കയറ്റരുത്. ആവശ്യമുള്ളവരുണ്ട് ഇവിടെ, അവർക്ക് ആ ബുദ്ധിപരമായിട്ട് കഴിവുള്ളവർക്ക് ആ സാധനം കൊടുക്കാവൂ. അല്ലാത്തത് തൽക്കാലം അന്യോന്യം ബന്ധപ്പെടാനും സംസാരിക്കാനും ഇതൊക്കെ തൽക്കാലമുള്ളത് കൊടുത്തിട്ട് തൽക്കാലം അവരെ മറ്റ് മേഖലയിൽ ജോലിയിലേക്കാണ് അയക്കേണ്ടത്. ഇത് ബുദ്ധിയില്ല, എന്നാൽ ബുദ്ധി ഉണ്ടാവും പറഞ്ഞാണ്ട് എങ്ങനെ കയറ്റി വിടുക തന്നെയാണ്. അത് അപകടത്തിലേക്കാണ് പോകുന്നത്. പോയി കഴിഞ്ഞു, പോകുന്നത് നല്ല പറയണേ, പോയി കഴിഞ്ഞിപ്പോൾ. എന്തോ ആട്ടെ, അല്ലാഹു തആല നാളെ ആഖിറത്തിൽ വെച്ച് രക്ഷപ്പെടുന്നവരിൽ നമ്മെ പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.